ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടിട്ടും പാകിസ്ഥാൻ വീണ്ടും ഭാരതത്തിനെതിരെ ഭീകര സംഘടനകളെ സജീവമാക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദിനെ ISI സജീവമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു പിന്നാലെ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ അതിർത്തി ഗ്രാമത്തിൽ കണ്ടതായി ഇന്ത്യൻ സേന അറിയിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ രാജ്യത്ത് കടന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വീണ്ടും ഭാരതത്തിലേക്ക് അയക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഇത്. രാജ്യസുരക്ഷയിൽ ഭാരതം വളരെയധികം ശ്രദ്ധ പതിപ്പിക്കണമെന്ന സന്ദേശം തന്നെയാണ് ഈ സംഭവത്തിലൂടെ വെളിപ്പെടുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ രാജ്യത്തേക്ക് കടന്നതായുള്ള ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതേ തുടർന്ന് വ്യാഴാഴ്ച ബീഹാർ പോലീസ് ആസ്ഥാനം സംസ്ഥാന വ്യാപകമായി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ 3 പ്രവർത്തകർ നേപ്പാൾ അതിർത്തി വഴി ബീഹാറിലേക്ക് കടന്നതായാണ് റിപ്പോർട്ടുകൾ വന്നത്. ബീഹാർ പോലീസ് പങ്കിട്ട വിവരമനുസരിച്ച് റാവൽപിണ്ടിയിൽ നിന്നുള്ള ഹസ്നൈൻ അലി, ഉമർകോട്ടിൽ നിന്നുള്ള ആദിൽ ഹുസൈൻ, ബഹാവൽപൂരിൽ നിന്നുള്ള മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് ഇന്ത്യയിലേക്ക് കടന്നത്. ഓഗസ്റ്റ് 2-ാം വാരത്തിൽ അവർ കാഠ്മണ്ഡുവിലെത്തി കഴിഞ്ഞയാഴ്ച ബീഹാറിൽ പ്രവേശിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സുരക്ഷാ ഏജൻസികൾക്ക് നിരീക്ഷണം വർദ്ധിപ്പിക്കാനും രഹസ്യവിവരങ്ങൾ ശേഖരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായ ഏതെങ്കിലും സന്ദർഭത്തിൽ കണ്ടെത്തിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഇന്റലിജൻസ് യൂണിറ്റുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ഭാരതത്തിനെതിരെ ഭീകര സംഘടനകളെ വളർത്തിയെടുക്കാൻ ഒരുങ്ങുകയാണ് പാക് ചാർ സംഘടനയായ ISI. ജെയ്ഷെ ഭീകരരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾക്കായി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നൽകുന്നതിനുമാണ് ഈ ഫണ്ടുകൾ ചിലവഴിക്കുന്നത്. ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTVയോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ജെയ്ഷെ നിലവിൽ ഉപയോഗിക്കുന്ന അസോൾട്ട് റൈഫിളുകൾ, മോർട്ടാറുകൾ, തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിങ്ങനെയുള്ള ആയുധങ്ങൾ പകരം ഡ്രോണുകൾ അടക്കമുള്ള അത്യാധുനിക ഉപകരണങ്ങളാണ് ISI നൽകുന്നത്. കൂടാതെ ഭീകരർക്ക് ഇവ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും ലഭ്യമാക്കും. ഇവർക്കുള്ള ആയുധങ്ങൾ കരിഞ്ചന്തകളിൽ നിന്ന് സംഭരിക്കും. ഇതിനായി ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് ഡാർക്ക് വെബ് വഴി ഇടപാടുകൾ നടത്തുമെന്നാണ് വിവരം. 2001-ലെ പാർലമെന്റ് ഭീകരാക്രമണവും 2019-ലെ പുൽവാമ ഭീകരാക്രമണവും അടക്കം ഭാരതത്തിലെ പല ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ജെയ്ഷെയാണ്. പാക് സൈന്യത്തിന്റെ പ്രത്യേക ഭാഗമാക്കിയാണ് ഇവർക്കിപ്പോൾ പരിശീലനവും ഫണ്ടും നൽകുന്നത്. ജെയ്ഷെയ്ക്ക് ലഭിക്കുന്നതിൽ 50% ആയുധങ്ങൾ വാങ്ങുന്നതിനാണ് ഉപയോഗിക്കുന്നത്. പ്രതിവർഷം ജെയ്ഷെയ്ക്ക് 90 മുതൽ 80 കോടി പാകിസ്ഥാൻ രൂപ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സംഭാവനയായി ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. ജെയ്ഷെയുടെ മുഖ്യകക്ഷിയായ തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ നിലവിൽ ഡ്രോൺ ആക്രമണങ്ങളും സാമ്പത്തിക സഹായം നടത്തുന്നുണ്ട്. ഭാരതത്തിനെതിരെ ആക്രമണം നടത്തുകയും ഭീകരത വളർത്തുകയുമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. പണം ഡിജിറ്റൽ വാലറ്റുകളിലേക്ക് മാറ്റിയാണ് ഇവർ കൈമാറുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ടതിൽ ജെയ്ഷെ മുഹമ്മദ് നേതാവ് അസ്വസ്ഥനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോര ജില്ലയിലെ ഗുരേസ് സെക്ടറിൽ നിയന്ത്രണ രേഖയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 ഭീകരരെ വ്യാഴാഴ്ച ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊന്നു. ഓപ്പറേഷൻ നൌഷേര നാർ 4 പ്രകാരം നൌഷേര നാറിന് സമീപമാണ് ഏറ്റുമുട്ടൽ നടന്നത്. അവിടെ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം നുഴഞ്ഞുകയറ്റക്കാരെ ജാഗ്രതയോടെ സൈന്യം പിടികൂടി. ഒരു ചെറിയ വെടിവെപ്പ് നടന്നു. അതിന്റെ ഫലമായി 2 ഭീകരരെ ഇല്ലാതാക്കി. ആദ്യം വെളിച്ചം കണ്ടപ്പോൾ മറ്റു നുഴഞ്ഞുകയറ്റക്കാർ ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ സൈന്യം പ്രദേശത്ത് വൻതോതിലുള്ള തിരച്ചിൽ നടത്തി. തിരച്ചിലിനിടെ കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹം കണ്ടെത്തി. ഏറ്റുമുട്ടലിനെ തുടർന്ന് കൂടുതൽ നുഴഞ്ഞുകയറ്റക്കാരുടെ സാന്നിധ്യമോ സംശയാസ്പദമായ പ്രവർത്തനമോ ഒഴിവാക്കാൻ പരിസര പ്രദേശത്ത് ഒരു തിരച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു. നുഴഞ്ഞുകയറ്റ ശ്രമത്തെക്കുറിച്ച് JKP നൽകിയ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരേസ് സെക്ടറിൽ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു. സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയതിനെ തുടർന്ന് ജാഗ്രത പാലിച്ച സൈനികർ അവരെ വെല്ലുവിളിച്ചു. ഇത് തീവ്രവാദികൾ വിവേചനരഹിതമായി വെടിവെക്കാൻ കാരണമായി. സൈന്യം ഫലപ്രദമായി പ്രതികരിച്ചു. 2 തീവ്രവാദികളെ നിർവീര്യമാക്കി. ഓപ്പറേഷൻ പുരോഗമിക്കുന്നു. ഇന്ത്യൻ ആർമി എക്സിലെ ഒരു പോസ്റ്റിൽ ഒരു അപ്ഡേറ്റ് പങ്കിട്ടു. ഈ മാസം ആദ്യം നടന്ന ഒരു പ്രത്യേക ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ ഓപ്പറേഷൻ നഖലിന് കീഴിൽ 3 തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തു. ഓപ്പറേഷൻ നഖലിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ആകെ എണ്ണം 6 ആയിരുന്നു. ഓഗസ്റ്റ് 2-ന് അഖൽ വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 3 തീവ്രവാദികളെ ഇല്ലാതാക്കി. ഇടതൂർന്ന വനമേഖലയിൽ സായുധ തീവ്രവാദികളുടെ സാന്നിധ്യം രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിച്ചതിനെ തുടർന്ന് ഓഗസ്റ്റ് 1-ന് ഓപ്പറേഷൻ ആരംഭിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.